ഹലോ ഡിയേഴ്സ്, ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. ജനറൽ റീഡിംഗ് കണ്ടതിന് ശേഷം ലൈഫിൽ ആരും ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുക. നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി നോക്കാം. നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി നോക്കുമ്പോൾ ഹെർമിറ്റാണ്. ആ ഒരു വ്യക്തി വളരെയധികം സങ്കടത്തിലാണ്. നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്ന ഒരു എനർജിയാണ്. ആ മിസ് ചെയ്യുന്നത് എന്തെന്നാൽ നിങ്ങളുമായിട്ടുള്ള ആ ഒരു പാസ്റ്റ് മെമ്മറീസ് ആണ്. ആ ഒരു പാസ്റ്റ് മെമ്മറീസിൽ ആ ഒരു വ്യക്തി കഴിയുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. അവർ ഇപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലായിരിക്കാം മേ ബി. അപ്പം ആ ഒരു സിറ്റുവേഷൻ നിങ്ങളുമൊത്തുള്ള ആ ഒരു സമയങ്ങൾ, നല്ല നല്ല സമയങ്ങളെല്ലാം ആ ഒരു വ്യക്തിക്ക് മിസ്സാവുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആൾ വളരെയധികം സങ്കടത്തിലാണ് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്ത മിസ്റ്റേക്കുകളെല്ലാം മനസ്സിലാക്കുന്നു. അല്ലെ നിങ്ങളായിരുന്നു ബെറ്റർ, എന്തുകൊണ്ടും ബെറ്റർ നിങ്ങളായിരുന്നു എന്നുള്ളൊരു ചിന്തയായിരിക്കാം ആ ഒരു വ്യക്തി എത്രയധികം വേദനിപ്പിക്കുന്നത്. അപ്പം തനിച്ചിരുന്ന് ആ ഒരു വ്യക്തി നിങ്ങളെപ്പറ്റി ചിന്തിക്കുകയാണ്. നമുക്ക് നോക്കാം അവരുടെ സിറ്റുവേഷൻ എന്താണ് യൂണിവേഴ്സിൻ്റെ പേഴ്സൻ്റെ സിറ്റുവേഷൻ. ആ ഒരു പേഴ്സൺ ഒരു വേക്കപ്പ് കോൾ കിട്ടിയതായിട്ടാണ് കാണുന്നത്. ഇത്രയും കാലം ആ ഒരു വ്യക്തി നിങ്ങളോട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ടായിരിക്കാം, അറിഞ്ഞോ അറിയാതെയോ. ഇപ്പോൾ ആ ഒരു വ്യക്തിക്ക് മനസ്സിലാവുന്നുണ്ട് താൻ ചെയ്ത തെറ്റുകൾ എന്തായിരുന്നു, പാസ്റ്റിൽ എന്ത് മിസ്റ്റേക്കാണ് നിങ്ങളോട് പ്രവർത്തിച്ചിരുന്നത്, അല്ലെ എന്താണ് ചെയ്യാൻ പാടില്ലാഞ്ഞത്, എല്ലാം നല്ല ബോധ്യം വന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ പാസ്റ്റിലെ മിസ്റ്റേക്കുകളെല്ലാം മനസ്സിലാക്കുന്നു. അത് തിരിച്ചറിയുന്ന ഒരു സമയമാണ്. ഒരു റിയലൈസേഷൻ ഉണ്ടായിരിക്കുന്നു നിങ്ങളുടെ പേഴ്സണ്. ആ ഒരു എനർജിയാണ് എനിക്കിവിടെ കിട്ടുന്നത്. എന്തൊക്കെയോ മനസ്സിലാക്കലുകൾ നടന്നിട്ടുണ്ട്. മേ ബി അവർ പോയ സിറ്റുവേഷൻ അങ്ങനെ ആയിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവരെ ഈ ഒരു രീതിയിൽ ചിന്തിപ്പിച്ചത്. നിങ്ങൾ ആരായിരുന്നുവെന്നും എന്തായിരുന്നു ആ ഒരു പേഴ്സൺ എന്നും എല്ലാം തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്താകും എന്നുള്ളതെല്ലാം ആ ഒരു വ്യക്തി തിരിച്ചറിയുന്ന ഒരു നിമിഷമാണ് കേട്ടോ. നമുക്ക് നോക്കാം ഈ ഒരു പേഴ്സണൽ ലൈഫിൽ ഒരു റിയലൈസേഷൻ ഉണ്ടായത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നോക്കാം. നമുക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെ നോക്കാം. എന്താണ് ഇപ്പോഴത്തെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ? ഇവിടെ എനിക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു. ഒട്ടും കുറവില്ലാത്ത ഒരു വ്യക്തിയാണ്. അഥവാ ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ എന്ത് സാഹചര്യം വന്നാലും അത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ഒരു വ്യക്തിയായിരിക്കാം. ചിലപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ പോയിട്ടായിരിക്കാം ആ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു തിരിച്ചടി കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഒരു ഓപ്ഷൻ വന്നിരുന്നു. ആ ഓപ്ഷനുമായിട്ട് മുന്നോട്ട് പോയ ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മാറിപ്പോയ ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ആ ഒരു തേർഡ് പാർട്ടി ഈ ഒരു പേഴ്സണ് എന്തെങ്കിലും ഫിനാൻഷ്യൽ ഓഫർ കൊടുത്തിട്ടുണ്ടായിരിക്കാം. ആ ഒരു പോസിബിലിറ്റി ഇവിടെ കാണുന്നുണ്ട്. കാരണം ഈ ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഈ ഒരു പേഴ്സണെ സാമ്പത്തികപരമായിട്ട് സഹായിച്ച ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പം അങ്ങനെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയ ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം അങ്ങനെ ആയിരിക്കാം അവർ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയിട്ടുള്ളത്. അല്ല ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് ഈ ഒരു വ്യക്തിക്ക് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരിക്കാം. സാമ്പത്തിക ഇടപാടുകൾ മാത്രമായിരിക്കാം. എന്താണ് ഇപ്പോഴത്തെ അവരുടെ സിറ്റുവേഷൻ നോക്കാം. തേർഡ് പാർട്ടിയുമായിട്ട് ഇപ്പോൾ എങ്ങനെയാണ് യൂണിവേഴ്സ്? ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നതായിട്ടാണ് കാണുന്നത്. അവരുടെ
സാമ്പത്തികപരമായ കാര്യങ്ങളെല്ലാം തന്നെ വളരെയധികം വീക്കാണ്. അതുകൊണ്ട് തന്നെ പൈസ ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്തയാണ് ഇപ്പോൾ ഈ ഒരു വ്യക്തിക്ക്. അതെല്ലാം കൊടുത്തു തീർക്കാനായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടായിരിക്കാം. മേ ബി ഈ ഒരു പേഴ്സണ് ഒന്നിലധികം ജോലി ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. കാരണം അവർ ഒരുപാട് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്തിടെ ഈ ഒരു പേഴ്സൺ എന്തെങ്കിലും തരത്തിലുള്ള ഫിനാൻഷ്യൽ ലോസോ കാര്യങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ എന്തായാലും ഇപ്പോൾ ആ ഒരു വ്യക്തി എങ്ങനെയും പണം ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്തയാണ്. കാരണം ആ ഒരു വ്യക്തിയുടെ കയ്യിൽ ചിലവാക്കാനുള്ള പൈസയൊന്നും കാണുകയില്ല. നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. പ്ലീസ് ക്ലാരിഫൈ എയ്റ്റ് ഓഫ് പെന്റക്കിൾസ്. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നതായിട്ടാണ് കാണുന്നത്. മേ ബി ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒരു കംപ്ലീഷനിലേക്ക് എത്തിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു തേർഡ് പാർട്ടിക്ക് എന്തെങ്കിലും സാമ്പത്തികപരമായ കാര്യങ്ങൾ സാമ്പത്തികപരമായിട്ട് ഈ ഒരു തേർഡ് പാർട്ടി ഈ ഒരു പേഴ്സണെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതെല്ലാം കൊടുത്തു തീർത്താൽ മാത്രമേ അവരുമായിട്ടുള്ള ആ ഇടപാടെല്ലാം അവസാനിക്കുകയുള്ളൂ എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഒരു പേഴ്സൺ അതെല്ലാം കൊടുത്തു തീർക്കാനായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു എനർജിയാണ് എനിക്കിവിടെ കിട്ടുന്നത് ഇന്നത്തെ ദിവസം. അപ്പം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് പോയത് മേ ബി എന്തെങ്കിലും സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്നതുകൊണ്ട് തന്നെ ആയിരിക്കാം. അപ്പം ഈ ഒരു തേർഡ് പാർട്ടി ആയിരിക്കാം ആ ഒരു പേഴ്സണെ സഹായിച്ചിട്ടുള്ളത് ആ ഒരു സമയത്ത്. അപ്പം അതുകൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് പോയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു പേഴ്സൺ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എങ്ങനെയും എൻഡ് ചെയ്യിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു എനർജിയാണ് കാണുന്നത്. മേ ബി അവർക്ക് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടായിരിക്കാം. അതെല്ലാം കൊടുത്തു തീർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൊടുത്തു തീർക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. മേ ബി ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് കാർമിക്കായിട്ടുള്ള കണക്ഷൻ ആയിരിക്കാനായിട്ടുള്ള ചാൻസ് ഇവിടെ കാണുന്നു. ഡെവിൽ കാർഡ് ആൻഡ് ജസ്റ്റിസ് കിട്ടിയത് കൊണ്ട് തന്നെ ഇതൊരു കർമ്മ ബേസ്ഡ് റിലേഷൻഷിപ്പ് ആയിരിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഒരു പേഴ്സൺ ആ ഒരു സിറ്റുവേഷനിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ ഒരു കാർമിക്കായിട്ടുള്ള ഒരു എനർജി എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അവരിപ്പോൾ ഒരു കർമ്മയിലൂടെയാണ് കടന്നു പോകുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ കിട്ടിയത് കൊണ്ട് തന്നെ കൺഫേം ആണ് ഇതൊരു കർമ്മ കാർഡാണ്. ഇപ്പോൾ അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് കർമ്മയിലൂടെയാണ്. അപ്പം അതിൻ്റെതായിട്ട് ഈ ഒരു പേഴ്സൺ അവിടെ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരു സാഹചര്യമാണ് കാണുന്നത്. ഒട്ടും ഹാപ്പിയല്ല. അവർ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഒട്ടും ഹാപ്പി ആയിട്ടുമല്ല കാണപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു കർമ്മ സൈക്കിളിലൂടെയാണ് ആ ഒരു വ്യക്തി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സിറ്റുവേഷനിൽ ആ ഒരു വ്യക്തി അകപ്പെട്ട് പോയേക്കുന്നതും. ആ ഒരു സിറ്റുവേഷൻ എൻ്റെ ആകുമോ എന്നുള്ളൊരു സിറ്റുവേഷൻ നോക്കാം. എന്തായാലും ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. ജഡ്ജ്മെൻറ്റും ഹെർമിറ്റും വന്നതുകൊണ്ട് തന്നെ തിരിച്ചറിവുകൾ ആ ഒരു വ്യക്തിക്ക് നേരിടുന്നുണ്ട്. താൻ എന്താണ് പ്രവർത്തിച്ചത്, അല്ലെ സാമ്പത്തികപരമായ കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ മാറ്റി നിർത്തിയതെങ്കിൽ അത് ശരിയല്ലായിരുന്നു എന്നുള്ളൊരു തോന്നൽ ആ ഒരു വ്യക്തിക്കുള്ളതായിട്ട് കാണുന്നു. കാരണം അതൊന്നും ശാശ്വതമായിട്ടുള്ള കാര്യങ്ങളായിരുന്നില്ല എന്നുള്ളതെല്ലാം ആ ഒരു വ്യക്തി തിരിച്ചറിയുന്നുണ്ട്. എന്തായാലും ഈ ഒരു വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് തിരികെ വരുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. സ്റ്റാർ കാർഡാണ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് തിരികെ വരും എന്നുള്ള ഒരു എനർജിയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇനിയും സ്റ്റാർട്ടാകും, അല്ലെങ്കിൽ ഇതിനൊരു പ്രതീക്ഷ വയ്ക്കാവുന്നതാണ് എന്നുള്ളൊരു പോസിബിലിറ്റി ഉള്ളൊരു കാർഡാണ് സ്റ്റാർ. അപ്പം എന്തായാലും നിങ്ങളുടെ ഫ്യൂച്ചർ ഒരു ഹോപ്പ് ഉണ്ട് എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. നൈറ്റ് ഓഫ് പെന്റക്കിൾസിൻ്റെ എനർജിയാണ്. ഈ ഒരു പേഴ്സൺ തിരികെ വരും, പക്ഷേ ഇത് വളരെ സ്ലോ ആയിട്ടുള്ള ഒരു എനർജിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മേ ബി ആ ഒരു പേഴ്സൺ ആ ഒരു കർമ്മ അവസാനിച്ചിട്ടല്ലേ അവിടെ നിന്ന് വരാനായിട്ട് സാധിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടെന്നാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. നൈറ്റ് ഓഫ് പെന്റക്കിൾസ് ആണ്. ഈ ഒരു പേഴ്സൺ തിരികെ വരും. ആ ഒരു പേഴ്സൻ്റെ കയ്യിലിരിക്കുന്നത് നിങ്ങൾക്കുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് ആണ്. പക്ഷെ അത് നിങ്ങൾക്ക് തരും, പക്ഷെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം ക്ഷമയോട് കൂടിയിട്ട്. ഇത് വളരെ സ്ലോ ആയിട്ടുള്ള ഒരു എനർജിയാണ്.
ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇനിയും സ്റ്റാർട്ടാകും എന്നുള്ളൊരു സൂചനയാണ് ഇവിടെ ലഭിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചറിൽ ദി ഫൂൾ കാർഡാണ്. 6 ഓഫ് വാൻസും കിട്ടിയിട്ടുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു സെലിബ്രേഷനിലേക്ക് എത്തും. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു പേഴ്സൺ വരുന്നതും കാത്ത് ഒരുപാട് കാലമായിട്ട് പ്രതീക്ഷിച്ച് നിൽക്കുകയാണെങ്കിൽ എന്തായാലും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് വരും. ഈ ഒരു പേഴ്സണുമായിട്ട് ലൈഫിൻ്റെ ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങാനായിട്ട് സാധിക്കും എന്നുള്ളൊരു സൂചനയാണ് എനിക്കിവിടെ കിട്ടുന്നത്. ഇനി നിങ്ങളുടെ വ്യക്തിയുടെ ഫീലിങ്സും കൂടി നോക്കാം. നിങ്ങളുടെ പേഴ്സൺ എന്താണ് ഇപ്പോൾ നിങ്ങളോട് തോന്നുന്നത്? സോൾ മെസ്സേജ് അല്ല കേട്ടോ, ഫീലിങ്സ് ആണേ. ഇവിടെ ഒരു വെയിറ്റിംഗ് എനർജിയാണ് കാണുന്നത് കേട്ടോ. 6 ഓഫ് വാൻസും 2 ഓഫ് വാൻസും ഒരു വെയിറ്റിംഗ് എനർജിയാണ്. അപ്പം നിങ്ങളെ വളരെയധികം മിസ്സ് ചെയ്യുന്നുണ്ട് ഈ ഒരു പേഴ്സണ്. ആ ഒരു വ്യക്തിക്ക് അറിയാം ആ ഒരു വ്യക്തിയുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾ കൂടെ ഉണ്ടെങ്കിലേ ഒരു സക്സസ് ഉണ്ടാവുകയുള്ളൂ എന്നുള്ള ആ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നതായിട്ട് കാണുന്നു. 6 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇപ്പോൾ ഒരുപാട് സ്ട്രെസ്സ് നിലനിൽക്കുന്നു, അല്ലെങ്കിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ആവാം. ഞാൻ പറഞ്ഞല്ലോ ആ ഒരു വ്യക്തിക്ക് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, അതിൻ്റേതായിട്ടുള്ള മെൻ്റൽ സ്ട്രെസ് ഉണ്ടായിരിക്കാം. പക്ഷേ ആ ഒരു സ്ട്രെസ്സിൻ്റെ ഇടയ്ക്കും നിങ്ങളെന്നുള്ള വ്യക്തിയുടെ ആ ഒരു ഓർമ്മകൾ ആ ഒരു പേഴ്സണ് സന്തോഷം കൊടുക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ആശ്വാസം കൊടുക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതാണ് നിങ്ങളെപ്പറ്റി ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത്. നിങ്ങളെ വളരെയധികം മിസ്സ് ചെയ്യുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് 9 ഓഫ് പെൻറ്റക്കിൾസ്. ഈ ഒരു വ്യക്തി നിങ്ങളെ നല്ല രീതിക്ക് മിസ്സ് ചെയ്യുന്നുണ്ട്. അവർ ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുകയാണെങ്കിൽ പോലും ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ വളരെയധികം മിസ്സ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് ഈ ഒരു പേഴ്സൺ ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നതായിട്ടും കാണുന്നു. മേ ബി ഈ ഒരു പേഴ്സൻ്റെ ഒരു റെസ്പോൺസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കാരണം ആ ഒരു പേഴ്സൺ ഒരുപാട് ഒരു റിയലൈസേഷൻ വന്ന സമയമാണ്. അപ്പം ചിലപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വഴക്കിടാനായിട്ടൊന്നും പോവാതെ ഇരിക്കുക. കാരണം ആ ഒരു പേഴ്സൺ നിങ്ങളെ വളരെയധികം മിസ്സ് ചെയ്തിട്ടായിരിക്കാം നിങ്ങളെ വിളിക്കുന്നത്. അപ്പം നിങ്ങൾ ആയിട്ടിപ്പോൾ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനിലൊക്കെ കഴിയുന്ന ആളുകളാണെങ്കിൽ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഇത്രയും കാലം വിളിക്കാത്തത് നിങ്ങൾക്ക് ഒരുപാട് ദേഷ്യം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും. അപ്പം നിങ്ങൾ ആദ്യമേ നിങ്ങളുടെ സംസാരം ശ്രദ്ധിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ. മൂൺ എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. ആ ഒരു വ്യക്തി വളരെയധികം സങ്കടത്തിലാണ്. ആ ഒരു എനർജിയാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു വെയിറ്റിംഗ് എനർജി അത് ശരിക്കും കാണുന്നുണ്ട്. ഒരു വെയിറ്റിംഗ് എനർജി 3 ഓഫ് വാൻസും 2 ഓഫ് വാൻസും 7 ഓഫ് പെൻറ്റക്കിൾസും എല്ലാം ഒരു വെയിറ്റിംഗ് എനർജിയാണ് കാണിക്കുന്നത്. ആ ഒരു പേഴ്സൺ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് എന്തിനോ വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു. മേ ബി നിങ്ങൾ തമ്മിലുള്ള ഒരു റീയൂണിയൻ ആയിരിക്കാം. അല്ലെ ഞാൻ പറഞ്ഞില്ല ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു പേഴ്സണ് ചെയ്തു തീർക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് ഉള്ള ഇടപാടുകളെല്ലാം അവസാനിപ്പിച്ച് നിങ്ങളുമായിട്ടുള്ളൊരു ഫ്യൂച്ചറിനെ പറ്റിയിട്ടുള്ള വെയിറ്റിങ്ങിലായിരിക്കാം ഈ ഒരു പേഴ്സൺ ഉള്ളത്. അപ്പം എന്തായാലും ഈ ഒരു പേഴ്സൺ വെയിറ്റിംഗ് എനർജിയിലാണ്. ഈ ഒരു പേഴ്സണ് ഇപ്പോൾ ഒരു റിയലൈസേഷൻ വന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നതും നിങ്ങളിലേക്ക് തിരികെ വരണമെന്ന് ആഗ്രഹിക്കുന്നതും വളരെ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുന്നതും.